ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ടിപ്സുമായിട്ടാണ്. ഈ ഒരൊറ്റ ടിപ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളെ വീടുകളിൽ കാണുന്ന ഈ ചിതലുണ്ടല്ലോ അത് പെട്ടെന്ന് തന്നെ കളയാൻ പറ്റും. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് അത് കളയും, പക്ഷെ അത് വീണ്ടും വീണ്ടും അത് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ടിപ്സ് ഒന്ന് ഉപയോഗിച്ച് നോക്കാം, സക്സസ് ആവും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കായപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ പാൽക്കായം എടുക്കാം. പാൽക്കായം ആവുമ്പോൾ നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം, വെള്ളത്തിൽ നല്ല ലയിപ്പിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കായപ്പൊടി ആണെങ്കിൽ നമ്മളൊരു ടേബിൾ സ്പൂൺ കായപ്പൊടി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം കായപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായത് ഒരു ഡിഷ് വാഷാണ്. അപ്പം നമുക്ക് ഏത് ഡിഷ് വാഷ് ആയാലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഡിഷ് വാഷും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വിനാഗിരി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മളൊരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ അപ്പക്കാരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മളെ വീട്ടിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പം എല്ലാവരുടെ വീട്ടിലും ഇതുണ്ടാവും. അപ്പോൾ ഇതുപോലൊരു പൈസ ഒന്നും ചിലവാക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു ബോട്ടിൽ ഒഴിക്കാം. ഈ പാത്രത്തിൽ നിന്നും ഒഴിച്ചു കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ബെറ്റർ നമ്മളൊരു ബോട്ടിലെടുക്കാം. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫുൾ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതുപോലൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്കും ചെയ്യാം. അങ്ങനെ ഞാനിതൊരു ബോട്ടിലാക്കിയിട്ടുണ്ട്. ഇതൊന്ന് അടച്ചിട്ട് നമുക്ക് ഇതിൽ നിന്നും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെതൽ വന്ന ഭാഗത്ത് ഇത് വേഗം പോയി ഈ സ്പ്രേ അടച്ചു കൊടുക്കല്ല വേണ്ടത്. ആദ്യം നമ്മൾ ചെതലൊക്കെ ഒന്ന് കളയണം. ചെതലുള്ള ഭാഗത്ത് ഇതുപോലൊരു കൊള്ളി കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇത് ഉപയോഗിച്ച് നമ്മൾ ഈ ചെതൽ നന്നായിട്ട് ഒരുതി കളയണം. ചെതലിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലൊന്ന് ഒരുതി കളഞ്ഞ് ഇത് ദൂരേക്ക് കളയണം. അതിന് ശേഷമാണ് നമ്മളിത് സ്പ്രേ ചെയ്യുന്നത്. സ്പ്രേ ചെയ്ത് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ റിസൾട്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ ചെതലിൻ്റെ എല്ലാ കളറും ഒക്കെ അപ്പോൾ തന്നെ അതാണ്ട് പോയിട്ടുണ്ടാവും. വളരെ വൃത്തിയായിട്ട് നമുക്ക് ചെതലുള്ള ഭാഗം നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു പ്രാവശ്യമല്ല, ഒരു 2 നേരമെങ്കിലും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. വളരെ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ബാക്കി ചെതലുള്ള ഭാഗത്ത് വേറൊരു ഭാഗമുണ്ട്. അപ്പോൾ അതുപോലെ അവിടെയും ചെയ്തെടുക്കുന്നുണ്ട്. വളരെ വൃത്തിയായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ചിതൽ പിന്നെ കാണേയില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.